ദമ്പതിമാർക്കിടയിൽ എന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്തിലെത്തിക്കുന്ന ഒരു കേസുണ്ട് എന്നുള്ള രീതിയിൽ ഒരു FIR എഴുത്തിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തും സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന നവംബർ 1 മുതൽ ഡിസംബർ 15 കഴിഞ്ഞ വർഷം ഡിസംബർ 15 വരെ ഉള്ള കാലയളവിലാണ് നടന്നെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ദുബായിലുണ്ടായിരുന്നു. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR-ൽ എന്താണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു. എനിക്ക് ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പേരുകൾ അതിനകത്തുണ്ടെന്നുണ്ട്. അത് അവരാണ് എന്റെ മറുപടി പറയേണ്ടത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പരിചയമില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ആദ്യം കേസ് വന്നല്ലോ, അവരാരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ല. സ്വാഭാവികമായി ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല. നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം ഇനി ടെൻഷൻ അടിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല. സത്യം പറഞ്ഞ ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ ഇതിനെ അതിന്റെ പിന്നാലെ പോകണം. ഇപ്പം ഇപ്പം ആരോഗ്യ വീണ്ടും കേസുകൾ കൊടുക്കുന്നുണ്ട്. നേരിട്ട് കേസ് കൊടുക്കും. അങ്ങനെ പോലീസ് കേസ് DGPക്ക് പരാതി അങ്ങനെയൊക്കെ ഇറങ്ങി. അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം വന്നില്ലുള്ളൂ. അപ്പൊ അത് എഴുതി പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള FIR ആണ്. നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു. അത് തന്നെയായിരുന്നു എന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അത് ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ. എനിക്ക് ഇതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷനോ ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പൊ ഇതുപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാനെങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും. ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു. അതായത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന്
എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെ വരാം. ഇതുപോലെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് അങ്ങനെയൊക്കെ നടത്തുന്ന കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്, ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. പിന്നെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പം അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങൾ കാണേണ്ടി ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിച്ച ശീലമില്ല. നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ ഒരു എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ യുവതി ഒരു പരിചയമില്ലാത്ത ഒരാളെ അടിസ്ഥാനത്തിലായിരിക്കും പരാതി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയില്ല സാർ. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, കാരണം ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവണം, ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചിട്ട് ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ എനിക്കങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ തന്നെ ഉണ്ടാവും. അന്ന് പറഞ്ഞ പരാതിയിൽ അന്ന് കൊടുത്ത പരാതിയിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറഞ്ഞത്. ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ല താങ്കൾക്ക് തോന്നുന്നു? ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന് പിന്നെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് CA വിളിച്ച സമയത്ത് ഇതേ പരാതി തന്നെയാണെന്നാണോ പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും പരാതിയായിരുന്നു? ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIR-ന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു കേസാണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യം. അന്ന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഈ പീഡന പരാതി തന്നെയായിരുന്നോ, പീഡനം എന്ന് തന്നെയായിരുന്നോ ആ യുവതി പറഞ്ഞത്? അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. അന്നിങ്ങനെ പരാതി വന്നപ്പോഴേ താങ്കൾക്ക് പരിചയമില്ലാത്ത ഇത് ഏത് സമയത്താണ്? ഇത് കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 15 വരെ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നത്. അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ വിമൻ പവറുള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പ്രൊജക്ട് ആയിരുന്നല്ലോ ഇത്. അതിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആര്യനെ വിളിച്ചിട്ട് നമ്മളിതിന് കാസ്റ്റിംഗ് ബോർഡിൽ നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട്
എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരും ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആരും പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, നമുക്ക് ഒരുപാട് എൻട്രി വന്നിട്ടുണ്ടെന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു, ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരും ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് അല്ല, അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മളെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട്. അവർക്ക് തന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. ഞങ്ങൾക്ക് മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്, നീ റെയിലായിട്ടിരുന്നു, എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത്. അപ്പൊ അത് മതി. അപ്പോ ഉണ്ട് അത് ഞാൻ പറഞ്ഞു, ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും, ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനിത് അധികം ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു, ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുകയും മെസ്സേജ്